അസ്സലാമു അലൈക്കും. ക്ലാസ് 4 ഫിഖ്ഹുൽ ഇസ്ലാമി സെക്കൻഡ് പാർട്ടിലെ ഒന്നാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ് നോക്കുന്നത്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് കൂട്ടുകാർ ഈ പാഠം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ ഒന്നാമത്തെ ചോദ്യം: പണക്കാർക്ക് ദാനധർമ്മങ്ങളിലൂടെ ലഭിക്കുന്ന പ്രതിഫലം കിട്ടാൻ പാവപ്പെട്ട സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ നിർദ്ദേശം എന്ത്? ഉത്തരം: എല്ലാ നിസ്കാര ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ ഓരോന്നും 33 തവണ ചൊല്ലുക. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു പ്രാവശ്യം ചൊല്ലുക. എങ്കിൽ സമുദ്രത്തിലെ നുരയോളം നിങ്ങൾക്ക് പാപങ്ങൾ ഉണ്ടെങ്കിലും അവ പൊറുക്കപ്പെടും എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി. 2. നിസ്കാര ശേഷം ദിക്റുകൾ ചൊല്ലുന്നതിനുള്ള പ്രതിഫലം വിവരിക്കുക. എല്ലാ നിസ്കാര ശേഷവും ദിക്റുകൾ ചൊല്ലിയാൽ സമുദ്രത്തിലെ നുരയോളം പാപങ്ങൾ ഉണ്ടെങ്കിലും അവ പൊറുക്കപ്പെടും. നിസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതുന്നവന് സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ മറ്റൊന്നും തടസ്സമാവില്ല. 3. ആയത്തുൽ കുർസി ഏത് സൂറത്തിലാണ്? ആയത്തിന്റെ നമ്പർ എഴുതുക. ഉത്തരം: സൂറത്തുൽ ബഖറയിൽ 255 ആയത്ത്. 4. സുബ്ഹിനു ശേഷവും മഗ്രിബിനു ശേഷവും ചൊല്ലേണ്ട പ്രത്യേക ദിക്റുകൾ ഏതെല്ലാം? ഉത്തരം: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 പ്രാവശ്യം. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നക്തുബുൽ മഅന, അർത്ഥം എഴുതാനുള്ളതാണ്. 1. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, മഹാനായ അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുന്നു. 2. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു. 3. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. 4. അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവൻ. 5. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല. 6. വഹ്ദഹു ലാ ശരീക ലഹു, അള്ളാഹു അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. ബാക്കിയുള്ള വർക്കുകൾ ഈ പാഠത്തിലെ വീഡിയോയിൽ കൂട്ടുകാർക്ക് ലഭ്യമാകും.